നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ നമുക്ക് എങ്ങനെ ഉണക്കമുന്തിരി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നോമ്പൊക്കെ തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഭയങ്കര ആവശ്യമായിട്ട് വരുന്നതായിരിക്കും അല്ലേ. നമ്മൾ സ്നാക്സ് തയ്യാറാക്കുന്നതായാലും സ്വീറ്റ്സ് അതുപോലെ ബിരിയാണിയൊക്കെ തയ്യാറാക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ വളരെയധികം അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് സമയത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു ഉണക്കമുന്തിരിയൊക്കെ കഴുകുമ്പോൾ ഭയങ്കരമായിട്ട് അതിൽ പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇത് വീടുകളിൽ തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കേ. പ്രത്യേകിച്ച് മുന്തിരിയൊക്കെ ചെറിയ പൈസക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമുക്കിത് വാങ്ങിയിട്ട് ഉണ്ടാക്കി വെക്കാം. നല്ല വെയിലൊക്കെ ഉള്ള സമയമാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഏകദേശം ഒരു 5-6 ദിവസം പോലും വേണ്ട നമ്മൾക്കിത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതാ ഈ ഒരു ഗോൾഡൻ റേസിൻസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പച്ച മുന്തിരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നല്ല നീളത്തിലുള്ള മുന്തിരിങ്ങ എടുക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പിന് വ്യത്യാസം ഉണ്ടാകുക. നീളത്തിലുള്ള ആ ഒരു ഉണക്ക മുന്തിരിയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള മുന്തിരിയാണ്. ഇനി ഇത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് വെള്ളത്തിലങ്ങ് കഴുകാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഞെട്ടുന്ന അതിൻ്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നതാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം നമ്മളിത് കഴുകിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൽ ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കല്ലുപ്പിന് പകരമാണെങ്കിൽ വിനാഗിരി ചേർക്കാം. വിനാഗിരിയും കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അഴുക്കൊക്കെ നല്ലപോലെ വിനാഗിരിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നീങ്ങിക്കിട്ടും. മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് മുതൽ ഞാനൊരു അരമണിക്കൂർ വരെ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു അരിപ്പയിലേക്കൊന്ന് മാറ്റാം. ഇതിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് പോയി കിട്ടാൻ വേണ്ടി മാറ്റി വെക്കുന്നതാണ്. കുറേ സമയമൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കാനുള്ളതാണ്. ഇനി ഞാനിത് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ പാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ വലിയ മൂടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചെറിയ അളവിലല്ലേ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു പാത്രം മതിയാകും. ആദ്യം നമ്മളിത് ചെയ്യുന്നതൊന്ന് ആവി കയറ്റി എടുക്കുക ചെയ്യുന്നത്. ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിത് ഒരു 5-6 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ആവി കയറ്റുമ്പോൾ ഒരുപാടങ്ങ് ഇതാകിയ മുന്തിരിയിൽ നിന്ന് വെള്ളമൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ചെറുങ്ങനെ ചേഞ്ച് ആയിട്ട് ഇതുപോലെ ഒന്ന് ആയിക്കിട്ടും കേട്ടോ. അതിൽ നിന്ന് ആ ഒരു നമ്മൾ അതിൻ്റെ ഒരു ഫ്ലഷൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുളുങ്ങിയ പോലെ ഉണ്ടാകും. അതുവരെ നമ്മളിതങ്ങനെ ആവി കയറ്റി എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇത് ഓരോന്ന് തൊടാത്ത വിധത്തിൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ അങ്ങ് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ വേവിച്ചതെങ്കിലും പക്ഷേങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം. എന്നാലും ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ 2 പാത്രത്തിലാക്കിയിട്ടാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ വെച്ചിട്ട് ഏകദേശം ഒന്ന് വെയിലിൻ്റെ ചൂട് പോകുന്ന സമയം വരെ ഞാൻ ഇത് വെക്കുന്നുണ്ട്. എന്നിട്ട് വൈകുന്നേരം ഇതങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വീണ്ടും രാവിലെ ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു 5-6 ദിവസം എടുത്തിട്ടാണ് ഇതിങ്ങനെ ഇതാക്കിയെടുത്തത്. ഒരുപാടങ്ങ് ചുക്കി ചുളിഞ്ഞു പോകുന്ന വിധത്തിൽ അത്രയും ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ മതിയാകും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് അത് അടിയിലൊക്കെ ഒന്ന് പറ്റി പിടിച്ചിട്ടുണ്ടാവും. നമുക്കിതുപോലെ ഒന്ന് ഇതാക്കിയെടുത്ത് കഴിഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ പുറത്തുനിന്ന് പൊടിയും അഴുക്കൊന്നും നിറഞ്ഞ അങ്ങനത്തെ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുന്തിരിയൊക്കെ വില കുറഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് വാങ്ങിയിട്ട് ഒരുപാട് അളവിൽ ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലങ്ങ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെ ആയിക്കഴിഞ്ഞാലും നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് കഴുകണം കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു അഴുക്കും ചെളിയൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ പുറത്തിട്ട് ഉണക്കിയതായതുകൊണ്ട് എങ്ങനെയായാലും ഒരു ചെറിയൊരു മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൽ, കാറ്റത്ത് പാറുന്ന ആ ഒരു മണ്ണിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെയായാലും ഒരു ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകുക, എന്നിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക്